അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് വളരെ വേദനയുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് തോറ്റുപോകുന്ന ചില സന്ദർഭമുണ്ട്. വേറെ ആരുടെ മുമ്പിലും നമ്മുടെ ഉപ്പയും ഉമ്മയും ഒന്നും തോറ്റുപോകില്ല. അവര് തോറ്റുപോകുക മക്കളെ മുന്നിൽ മാത്രമാണ്. നമ്മളേറെ സ്നേഹിക്കുന്ന ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മളേറെ സ്നേഹിക്കുന്ന മക്കൾ അവര് ചില സന്ദർഭത്തിൽ, ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ, അവരുടെ ജീവിതത്തിന്റെ ഒരു തീരുമാനം, അവരുടെ ഭാവിയുടെ ഒരു തീരുമാനം അവരുടെ ഉപ്പ എടുക്കുമ്പോൾ ആ സന്ദർഭത്തിലാണ് ഉപ്പ തോറ്റുപോകാറുള്ളത്, ഉമ്മ തോറ്റുപോകാറുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ കോഴ്സിന് ചേരുകയാണ്, അല്ലെ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ഒരു മേഖലയിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളോട് ഉപ്പ പറയും, ഉമ്മ പറയും, മോനെ ഇന്നത് ചേർന്നോ. അവര് നമ്മുടെ ഭാവിയിൽ നമുക്ക് കഴിയുന്നു, നമ്മുടെ കഴിവിനെ ഉപ്പാക്കറിയാം, നമ്മുടെ കഴിവിനെ ഉമ്മാക്കറിയാം. ആ കഴിവ് അറിഞ്ഞുകൊണ്ട് ഇന്നത് ചേർന്നോ എന്നായിരിക്കും നമ്മളോട് പറയുന്നിട്ടുണ്ടാവുക. പക്ഷേ അവര് പറയുന്നതിനെ മുഖവിലക്കെടുക്കാനോ അവര് പറയുന്നതിനെ സ്വീകരിക്കാനോ നമ്മൾ തയ്യാറാവുന്നില്ല. അപ്പൊ ഉണ്ടാവുന്ന ഒരു വിഷമം, അപ്പൊ ഉണ്ടാവുന്ന ഒരു സങ്കടമുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന എല്ലാം ഉപ്പ എന്ന നിലയില്, ഉമ്മ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ആരനുസരിക്കാറുണ്ട്? ഉപ്പയും ഉമ്മയെ അനുസരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അവര് പറയുന്ന ഒരു കാര്യം അനുസരിക്കേണ്ട ഒരു കാര്യത്തിന്റെ ഘട്ടം വരുമ്പോ അവരെ അനുസരിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സങ്കടം. ഇതൊരു വലിയ ഒരു മാനസിക സംഘർഷം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മക്കൾ അറിയേണ്ടതുണ്ട്, അല്ലേ? ആ ഒരു വല്ലാത്ത വിഷമത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുക്കും, അല്ലെ? ഇപ്പൊ പറഞ്ഞ കോഴ്സിന്, ഇപ്പൊ പറഞ്ഞ കാര്യത്തിന് ഇനി അവന്റെ തീരുമാനത്തിൽ അങ്ങ് ആയിക്കോട്ടെ, ഞാൻ ഇനി അവന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല എന്ന് വരെ ചിന്തിച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കള് ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് ഉപ്പയെ ദുഃഖിപ്പിക്കുന്ന, ഉമ്മയെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിന്റെ എല്ലാത്തിനും ഉപ്പ പറയുന്നത്, അല്ലെ? മക്കള് പറയുന്നതൊക്കെ ഉപ്പ ചെയ്തു കൊടുക്കും, ഉമ്മ ചെയ്തു കൊടുക്കും. അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സമയവും, മിക്കവാറും സമയങ്ങളും അവരെന്തൊരാഗ്രഹം പറഞ്ഞാലും അത് എത്ര റിസ്ക് ഉള്ളതായിരുന്നാലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലും, അല്ലെ? എവിടെയെങ്കിലും ഒന്ന് പോണമെന്ന് പറയാം, അപ്പോ അത് എത്ര റിസ്ക് ഉണ്ടെങ്കിലും, അതിന് എത്ര സാമ്പത്തികമായ ബാധ്യത ഉണ്ടെങ്കിലും, ചെലവുണ്ടെങ്കിലും ഇതൊക്കെ ഏറ്റെടുക്കും. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ, ഒരു തീരുമാനം എടുക്കേണ്ട ഘട്ടത്തിൽ ഉപ്പയുടെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ, ഉമ്മയുടെ ഒരു തീരുമാനത്തെ അംഗീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒന്നാമത്തെ കാരണം, നമുക്ക് കുട്ടി എന്ന നിലയിൽ നമുക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മളൊന്ന് ഇത്തിരി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും, കുറച്ച് പഠിക്കേണ്ടി വരും, കുറച്ച് ഒന്ന് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും, ഒന്ന് ക്ഷമിക്കേണ്ടി വരും. കാരണം നമ്മളൊരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഞാനിനി ഈ കോഴ്സിന് പോയാൽ എനിക്ക് വീട്ടിലുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഞാനിങ്ങനെ ഫുൾ ടൈം പഠിക്കേണ്ടി വരുമല്ലോ, എനിക്ക് അങ്ങനെ ആവേണ്ടി വരുമല്ലോ, ഇങ്ങനെയുള്ള ഒരുപാട് ആശങ്കകളും ആകുലതകളും എൻ്റെ സ്വാതന്ത്ര്യത്തെ, എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ, എൻ്റെ ഒരു 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 പേഴ്സണൽ കാര്യത്തെ നഷ്ടപ്പെടുമോ എന്ന തോന്നൽ നമുക്ക് വല്ലാതെ ഉണ്ടാവും. അത് വെറും ഒരു തോന്നൽ മാത്രമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് സമയത്താണോ കഷ്ടപ്പെടുന്നത്, കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാൽ, ഇപ്പൊ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാൽ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ആ ഫലം നമുക്ക് കൊയ്യാൻ കഴിയും. നമ്മൾ ഇപ്പൊ കഷ്ടപ്പാടിന് ഒരു പ്രയാസം സഹിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ ഭാവിയിൽ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. ഏതെങ്കിലും ഒരു സമയം
ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സമയം നമ്മൾ അധ്വാനിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രാപഞ്ചികം. നിങ്ങൾ നോക്കൂ, ഇന്ന് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി, നിങ്ങൾ കാണുന്ന നല്ലോണം കഠിനമായി പരിശ്രമിച്ച് വേർപ്പൊഴുക്കി പ്രയാസപ്പെടുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, അവരൊരു സമയം അവരുടെ ജീവിതത്തിൽ കുറെയൊക്കെ അവരുടെ കഴിവുണ്ടായിട്ട് പോലും പരിശ്രമിക്കാതെ ജീവിച്ച ആളുകളായിരിക്കും. ഇന്ന് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇന്ന് പരിശ്രമിച്ചാൽ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച്, നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ കഴിവിന്റെ ഒരു 10% നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ, നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? വായിക്കാൻ, പഠിക്കാൻ, ചിന്തിക്കാൻ, പ്രവർത്തിക്കാൻ, അല്ലെ? എന്തൊക്കെ സമയമുണ്ട്, പക്ഷെ നമ്മളൊന്നും ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഉപ്പാക്ക് സങ്കടം വരും, ഉമ്മാക്ക് സങ്കടം വരും. ഈ ഉമ്മയുടെ സങ്കടം, ഉപ്പയുടെ സങ്കടം, ആ സങ്കടത്തിന്റെ മുമ്പിൽ ഉപ്പ തോറ്റുപോകുന്ന, അഥവാ മക്കളുടെ മുമ്പിൽ ഉപ്പ തോറ്റുപോകുന്ന ഒരു വല്ലാത്ത അവസ്ഥ, ആ അവസ്ഥ നിങ്ങളുടെ ഉപ്പാക്ക് ഉണ്ടാവാൻ പാടില്ല, നിങ്ങളുടെ ഉമ്മാക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് നിങ്ങൾ പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു വെളിച്ചം, പരിശ്രമിക്കാൻ, ക്ഷമിക്കാൻ, കഷ്ടപ്പെടാൻ. കുട്ടിയായിരിക്കുമ്പോൾ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയൊന്നുമില്ല. ഒരു 2 മണിക്കൂർ വായിച്ചാൽ, 3 മണിക്കൂർ വായിച്ചാൽ, 3 മണിക്കൂർ നന്നായിട്ട് പഠിച്ചാൽ, ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് കൊയ്യാൻ കഴിയുന്ന വിജയം മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിക്കാൻ മക്കൾ ശ്രമിക്കുക. നിങ്ങളുടെ ഉപ്പയെ പരാജയപ്പെടുത്താനല്ല, നമ്മൾ സ്വയം പരാജയപ്പെടുക, നമ്മൾ സ്വയം തോറ്റുകൊടുക്കുക, നമ്മൾ സ്വയം നമ്മുടെ വാശിയുണ്ടല്ലോ, ആ വാശി ഒന്ന് മാറ്റിവെക്കുക. അത് നമ്മൾ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ്.